സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി പറയാൻ തന്നെയാണ് കേട്ടോ. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പിണറായിസം അവസാനിച്ചു. ഇനി മുതൽ സതീശനാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ മതി എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന കുറേ ആളുകൾക്ക് മുൻപിലേക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് പറയുമ്പോൾ എന്നെ കമ്മിയാക്കാനായിട്ടും എന്നെ കൊങ്ങിയാക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കമ്മിയാക്കാനായിട്ടും ചിലപ്പോൾ സംഖ്യയാക്കാനും ഒക്കെ ആയിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. നമ്മുടെ മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഞാൻ ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ അക്രമം ഉണ്ടാകുന്നുവോ അവിടെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം, അല്ലേ? അതായത് എൻ്റെ കൺമുൻപിൽ കാണുന്ന എല്ലാ ശരിയെയും ഞാൻ ശരിയെന്ന് തന്നെയാണ് കാണാറുള്ളത്. അല്ലാതെ എൻ്റെ കൺമുൻപിൽ കണ്ടതെല്ലാം തെറ്റാണെന്ന് ഞാൻ ചിന്തിക്കാറില്ല. ശരിയെന്ന് തോന്നുന്നത് ഞാൻ ശരിയെന്ന് പറയും, തെറ്റെന്ന് തോന്നുന്നത് ഞാൻ തെറ്റെന്നും പറയും. അപ്പോൾ എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിറങ്ങി പോകുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തോറ്റിറങ്ങി പോകുമ്പോൾ, നാണം കെട്ടിറങ്ങി പോകുമ്പോൾ, ആ മനുഷ്യനെതിരെ ആരും ഒരു നല്ല വാക്കുകൾ പറയാനായിട്ട് മുന്നിലേക്ക് വന്നില്ല. കേരളത്തിലെ എല്ലാ നന്ദികെട്ട ജനങ്ങളും നന്ദികേടും നെറികേടും കാണിച്ചത് നമ്മൾ നേരിട്ട് കണ്ടതാണല്ലേ. അതായത് നാളിതുവരെ എല്ലാം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത് അവരുടെ എല്ലാ സൗകര്യങ്ങൾക്കും ഒപ്പം നിന്ന് അവരെ ഏതൊരാപത്ത് വന്നാലും ആ ആപത്തിൽ നിന്നെല്ലാം കൈ പിടിച്ചുയർത്തിയിരുന്ന ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ എല്ലാ മഹാമാരികൾ ആഞ്ഞടിച്ചിട്ടും കേരളത്തിലെ ജനങ്ങളെ അവരൊരു ഭീതിയിലാവാതെ അവരെ നല്ല രീതിയിൽ നയിക്കാനായിട്ട് ഈ ഒരു മനുഷ്യന് സാധിച്ചു എന്നുള്ളൊരു കാര്യത്തിലും നിങ്ങൾക്ക് ആർക്കും സംശയം കാണില്ല. ആ മനുഷ്യനോട് വെറുപ്പുള്ള, ആ മനുഷ്യനെ ഇഷ്ടമല്ലാത്ത ആളുകൾക്കെല്ലാം ഇതൊരു സംശയം കാണും. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ആളുകളോടല്ല ഞാനിത് പറയുന്നത്. നന്ദിയുള്ള ഒരു കൂട്ടം ആളുകൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് നന്ദികേട് കാണിച്ച കുറേ ആളുകൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ കമൻറ്റുകളായിട്ട് പല രീതിയിൽ പല ആളുകളും വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു പിണറായി വിജയൻ്റെ അടുത്ത് പിണറായി വിജയൻ സഖാവിൻ്റെ അടുത്ത് മോഹൻലാലും മറ്റ് പല ആളുകളും ചോദിക്കുമ്പോഴും പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്, എനിക്ക് പാർട്ടി കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്താണ് പാർട്ടി കഴിഞ്ഞാൽ എന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നതിന് മറുപടിയാണ്, അതിന് രാഷ്ട്രീയം അല്ലെങ്കിൽ പാർട്ടി കഴിയുന്നില്ലല്ലോ, പാർട്ടിയാണ് അൾട്ടിമേറ്റ്, എനിക്കത് മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നതേ പാർട്ടിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു വെക്കുന്നത്. അതേ കാര്യങ്ങൾ തന്നെയാണ് മാത്തൂ സജി എന്ന് പറയുന്ന അവതാരികയും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുന്നത്. പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കാര്യമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി കൊടുക്കുന്ന വേറൊരു മറുപടി കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്താണ് മുഖ്യമന്ത്രി എന്നും ഏതാണ് മുഖ്യമന്ത്രി എന്നും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഞാനായിട്ട് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യകതയില്ല എന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദികെട്ട കുറച്ച് ആളുകൾ ഇത് കാണണം. മണി എന്ന് പറയുന്നൊരു മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ ഓണക്കിറ്റും വാങ്ങി കിറ്റും വാങ്ങി എല്ലാ സൗകര്യങ്ങളും പിഴിഞ്ഞ് വാങ്ങിയെടുത്തിട്ട് ഊറ്റിയെടുത്തിട്ട് ആ സർക്കാരിനെതിരെ തന്നെ കുത്തിയ ആ നെറികെട്ട വർഗം ഈ ഒരു വീഡിയോ കാണണം. അതിനുവേണ്ടി തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജെ കട്ട്സ് എന്ന് പറയുന്ന ഒരു പേജിൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു കാര്യമെന്ന് ചോദിക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രി കൊടുക്കുന്നൊരു മറുപടിയാണ് ശ്രദ്ധേയമായത്. ആ മറുപടി നമുക്ക് എന്തായാലും കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. പെൻഷനെ പറ്റിയാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്, സന്തോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടുപോകാം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും സന്തോഷം നൽകിയ കാര്യം എന്താ? ഏറ്റവും സന്തോഷം നൽകിയ നടപടി ആദ്യത്തെ തന്നെയാണ്. തന്നെ വന്ന ഉടനെ ബാക്കിയുണ്ടായിരുന്ന പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊടുത്തു തീർത്തല്ലോ. ക്ഷേമ പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ വളരെ പ്രായമുള്ളവരും അവശരോഗിയാണല്ലോ, അവര് ആ പെൻഷൻ തുക കയ്യിൽ കിട്ടിയപ്പോ ഈ നോട്ടിങ്ങനെ കയ്യിൽ പിടിച്ച് എണ്ണിക്കൊണ്ട് ആ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ളൊരു ചിരി ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാരും അത് ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. അത് കണ്ടപ്പോ മനം കുളിർക്കാത്ത ഒരാളുമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയത്. സത്യം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി 3600 രൂപയാണ് ഇപ്പോൾ നൽകുന്നത്. വർദ്ധിപ്പിച്ച പെൻഷൻ 2000 രൂപയ്ക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് ഇപ്പോൾ ലഭിക്കുക. കണ്ടില്ലേ, ഇതായിരുന്നു പിണറായി വിജയൻ. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കാണണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് കണ്ടേ മതിയാകൂ എന്നുള്ള വാശിയൊന്നും എനിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ആ നെറികെട്ട വർഗം ഇതെന്തായാലും കണ്ടേ മതിയാകൂ എന്നുള്ളൊരു ധാർഷ്ട്യം എനിക്കുമുണ്ട് കേട്ടോ. ഇതേ ജെ കട്ട്സ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് വന്നിരിക്കുന്ന മാത്തൂ സജി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞാനത് കാണിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ അടുത്ത് മോഹൻലാൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതിന് മുഖ്യമന്ത്രി കൊടുക്കുന്ന മറുപടിയുമുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. അങ്ങേക്ക് ജീവിതത്തിൽ എന്തിന് എവിടെയെങ്കിലും ഭയമുണ്ടോ? ഭയം എന്നത് ആ തരത്തിലില്ല. പക്ഷെ പൊതുവിൽ
പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകൾ, ആ നിലപാടുകളിൽ അണുകളുടെ വ്യത്യാസം ചിന്തിക്കുന്ന ഒരാളാണ്. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുക. അങ്ങനെയൊരു ഭയമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. രാഷ്ട്രീയം കഴിഞ്ഞാൽ അങ്ങേക്ക് ഇഷ്ടമുള്ള മേഖലകൾ ഏതൊക്കെയാണ്? രാഷ്ട്രീയമാണല്ലോ ഫുള്ള്. കണ്ടില്ലേ, ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളടക്കം അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള ആളുകൾ എല്ലാവരും ക്യാപ്റ്റൻ എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നെ എന്താണ് ഇദ്ദേഹത്തിനോട് ഇത്ര വിമുഖത, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാനായിട്ട് എല്ലാവരും കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നൊരു സാധനം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകൾ, അണികൾ തന്നെയാണ് ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നത്. അത് അദ്ദേഹത്തിൻ്റെ അണികളായിരിക്കാം, സേനയിലുള്ള ആളുകളായിരിക്കാം, പല കൂട്ടത്തിലുള്ള ആളുകളുമായിരിക്കാം. നമുക്കറിയാം KB ഗണേഷ് കുമാർ ഇന്ന് ഈ കാണുന്ന KSRTCയെ വളരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടു പോകാനും KSRTCയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ മുന്നിലേക്ക് നിന്നൊരു മനുഷ്യനായിരുന്നു KB ഗണേഷ് കുമാർ. അതായത് കുട്ടികളുടെ മനസ്സറിയുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു ജീവവായു എന്താണെന്ന് അറിയാവുന്ന ഒരു മനുഷ്യൻ, ഈ വാഹനങ്ങളുടെ ABCD എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യൻ. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, അതാണ് കറണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ എന്താണ് വാഹനത്തിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ ഓടിച്ചാൽ ഈ വാഹനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ ചെയ്താൽ ഈ വാഹനത്തിന് ഗുണങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ KSRTCയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നമുക്കറിയാം KSRTC മുൻപുണ്ടായിരുന്ന KSRTC ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇന്നത്തെ KSRTCകളിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഒരു പരിധി വരെ, ഞാൻ 100% ഞാൻ പറയുന്നില്ല, 100ൽ ഒരു 95% വരെയും KSRTC നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന KB ഗണേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാം. അതായത് ഈ വാഹനം കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്ന ആളിൻ്റെ ഉത്തരവാദിത്തമായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ വാഹനത്തിൽ ഉപയോഗിച്ച കുപ്പികൾ വാരി വലിച്ച് അലക്ഷ്യമായിട്ട് ഇടുക എന്ന് പറയുന്ന പ്രവൃത്തിയൊന്നും പറ്റത്തില്ല. ഇത് KSRTC എന്ന് പറഞ്ഞാലും ഒരു ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിലും അത് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് ആരാണോ കൊണ്ടുപോയത്, ഇന്നലെ കൊണ്ടുപോയതിന് ഇട്ടെന്ന് പറഞ്ഞാലും ഇന്ന് കൊണ്ടുവന്നവൻ ആരാണോ അത് വൃത്തിയാക്കി തന്നെ കൊണ്ടു നടക്കണമെന്ന് തന്നെ പറയുകയുണ്ടായി. ഇത് വെറും ഒരു പബ്ലിക് അസറ്റ് അല്ല, ഇതെല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ വെറുതെ കണ്ടു കളയാൻ പറ്റില്ല. എല്ലാവരും അത് നോക്കിയും കണ്ടും എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ നല്ല വൃത്തിയോടുകൂടി കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയും KSRTCയിൽ പുതിയ, ഞാൻ ആദ്യമേ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്നൊക്കെ, പഴയ ട്രഡീഷണലുള്ള വണ്ടികൾ ഏതൊക്കെയാണോ ആ വണ്ടികളൊക്കെ നിരത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് കനകക്കുന്ന് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കനകക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഈ പറയുന്ന എക്സ്പോ ഒക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നതോടുകൂടിയും മോഹൻലാലിനെ വെച്ചുകൊണ്ട് വീഡിയോസ് ഇറക്കിയതോടുകൂടിയും ഒക്കെ KSRTCയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അതും നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാന്ന് പറയാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനെയാണ് പാർട്ടിയിലുള്ള ആളുകളും പാർട്ടിയിൽ ഇല്ലാത്ത ആളുകളും അണികളും അനുഭാവികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വട്ടം ചേർന്ന് നിന്നുകൊണ്ട് കുറ്റം പറയുന്നത് എന്നാണ് ഒരു വസ്തുത. എന്തായാലും മാത്തുസിജി പറയുന്നൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പിണറായി വിജയൻ ചോദിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, മറ്റ് വിഭജന ചിന്തകൾക്കപ്പുറത്തായി നമുക്ക് ഒരുമിച്ചിറങ്ങാൻ കഴിയുന്നുണ്ട്. അജയ്യനാണ് വിജയൻ എന്ന് കേരള രാഷ്ട്രീയത്തിൽ എഴുതി ഒപ്പു ചാർത്തിക്കൊണ്ടാണ് തുടർഭരണം പിണറായി വിജയൻ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10-25 വയസ്സിൽ തുടങ്ങിയ പാർലമെന്ററി രാഷ്ട്രീയമാണ് KSFലൂടെ KSYFലൂടെ ഒക്കെ കടന്നു വന്ന് 62 വർഷത്തോളമായിരിക്കുന്നു പാർട്ടി അംഗത്വത്തിന്. ഒരു പുരുഷായുസാണ്. എങ്ങനെയാണ് ഒരു ചരിത്രം എന്നുള്ളത്? ഇപ്പോൾ VSന്റെ ചരിത്രം നമ്മൾ സമാനമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് MLA ആയിരിക്കുമ്പോഴാണ് അല്ലെ. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് പോലും ആ പ്രിവിലേജ് ഒന്നും നേടാൻ കഴിയാതെ മർദ്ദനമുറകൾക്കിരയായി പിണറായി വിജയനെ കേരളം കണ്ടിട്ടുണ്ട്. 30കളിലാണ്, അദ്ദേഹത്തിന് 30കളിലാണ് അത് സംഭവിക്കുന്നത്. അതിനു മുമ്പ് തലശ്ശേരി കലാപകാലത്ത് അദ്ദേഹം മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ടത് എങ്ങനെയാണെന്ന് കേരള രാഷ്ട്രീയം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് രേഖകളിൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് അന്വേഷണ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അന്ന് സ്വീകരിച്ച നിലപാടുകളെ പറ്റി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കോടതി പിക്കറ്റിങ്ങിന്റെ പേരിലോ മറ്റോ പോലീസ് അടിച്ച് കടലിൽ ചാടിച്ചിട്ടുണ്ട് അത്ര. അങ്ങനെ ക്രൂരമായ മർദ്ദനമുറകളെ ഞാൻ അടുത്തു കേട്ട ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ ഈ കേൾക്കുന്ന 30ാമത്തെ വയസ്സിൽ ഈ നിയമസഭയിലേക്ക് ചോര പുരണ്ട വസ്ത്രവുമായി എത്തിയ പിണറായി വിജയൻ അന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള തീക്ഷ്ണതയിലുള്ള മർദ്ദനമായിരുന്നില്ല എന്നുള്ളതാണ്. അനക്കമില്ലാതെ പോയിട്ടുണ്ട് അത്രേ. VS സമാനാനുഭവം പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നിയമസഭാ സാമാജികൻ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു അവസ്ഥയുടെ അവസ്ഥ. അതായത് അനക്കമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ പോലും വന്നിട്ടുണ്ടായിരുന്നു അത്ര. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. പിന്നെ നമ്മൾ പിണറായി വിജയനെ കാണുകയാണ്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുന്നു. അതുപോലും നോക്കൂ, VS ആണ് പറയുന്നത് എങ്കിൽ വിജയനാകട്ടെ.
എന്ന് VS ആണ് പറയുന്നത്. ഇപ്പൊ നല്ലൊരു വൈദ്യുതി മന്ത്രിയായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ള ഒരൊറ്റ അഭിപ്രായം മാത്രമാണ് എതിരായി അവിടെ വന്നത്. മന്ത്രി വേറെയും ആകാമല്ലോ എന്ന് VS നിലപാടെടുക്കുന്നിടത്ത് പാർട്ടി സെക്രട്ടറി ജനിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. അതെ, പിന്നീട് 2015 വരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി നിൽക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്നത് വീറ്റോ അധികാരമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഉയർന്നു വരുന്നത് നമ്മൾ പിന്നീട് കാണുകയാണ്. വിഭജന വിരുദ്ധമായ നിലപാട്, മതസൗഹാർദ്ദപരമായ നിലപാട് പിണറായി വിജയൻ എന്നും സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി സംവിധാനത്തോടും സംഘടനാ സംവിധാനത്തോടും നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന ആർജവത്തോടെ ചോദിക്കാനും അണികളെ ആ നിലയ്ക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് പിണറായി വിജയൻ എന്ന ഒറ്റ പേരിന് ഇത്രത്തോളം ആവേശം പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നതിൽ സംശയമില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് അനിഷേധ്യനായ നേതാവാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം അവിടെ നിൽക്കുന്നു, പാർട്ടിയെ നയിക്കാൻ നിൽക്കുന്നു എന്നത് വലിയ ആർജവം നൽകുന്ന ഒന്നാണ്. കണ്ടില്ലേ, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി മാത്തു സജി പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിലുള്ള ആളുകളും അണികളും എല്ലാ ആളുകളും ഒരുപോലെ ഒരുമിച്ച് ആ മനുഷ്യനൊപ്പം നിന്നൊരു കാര്യത്തിനെ പറ്റി മാത്തു സജി പറയുന്നുണ്ട്. ഈ പാർട്ടി ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴും പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ നയിച്ചൊരു മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ. സിസ്റ്റം എല്ലാം ഫെയിലിയർ ആയി കിടക്കുന്ന ഇടത്തു നിന്നും ആ സിസ്റ്റത്തിനെ എല്ലാം അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിൻ്റെ എല്ലാ ഈ പറയുന്ന തകരാറുകളും പരിഹരിച്ചുകൊണ്ട് തന്നെ അതിനേക്ക് വേണ്ടുന്ന കുറച്ച് നല്ല മന്ത്രിമാരെയും കുറച്ച് നല്ല ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആ സിസ്റ്റത്തിനെ എല്ലാം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്ന ഒരു മനുഷ്യനാണെന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ആരോഗ്യ മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, പൊതുഗതാഗതമായിക്കോട്ടെ, എല്ലാ മേഖലയിലും കൈവച്ചതിലെല്ലാം അദ്ദേഹം 100% നീതി പുലർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം അതിനെയൊന്നും അഴിമതിയിൽ കൂടിയല്ല അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വന്നത്, കൈവച്ചതെല്ലാം പൊന്നാക്കിക്കൊണ്ട് തന്നെ പോയൊരു നല്ലൊരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം ആർക്കുമില്ല. ഇന്ന് ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവരറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത് കാണുമ്പോഴും ബുദ്ധിമുട്ട് തോന്നുന്ന പലരും കാണും. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ആര് ചെയ്താലും, അതിന് ഏത് പാർട്ടി ചെയ്താലും നല്ല കാര്യങ്ങളാണെന്ന് തന്നെ നമ്മൾ പറയണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി ഇന്ന് കുറ്റം പറയുന്ന ആളുകൾ നാളെ മാറ്റി പറയും, അല്ലെങ്കിൽ ഇന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ തിരുത്തി പറയാൻ ഒരു അവസരമുണ്ടാവും. അവർ പറയാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു, ഈ ഒരു ഭരണം നശിച്ചു, മുടിഞ്ഞു, കേരളം നശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാനായിട്ട് ഇനി അധിക സമയമൊന്നുമില്ല, സമയം അധികം വിദൂരമല്ല. എന്തായാലും അതൊക്കെ നമുക്ക് കാണാൻ പോവുകയാണ്. ഈ നെറുകെട്ട വർഗ്ഗത്തിനോട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നല്ലത് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാതെ കലണ്ടർ കൊടുക്കുന്നതും പെണ്ണുപിടിയന്മാരെയും ഒക്കെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടി മതി, അങ്ങനെ പ്രഹസനം കാണിക്കുന്നവർ മതി, ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ വേണ്ട എന്നാണ് നിങ്ങളുടെ ധാർഷ്ട്യമെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ ചിന്താഗതിയെങ്കിൽ ശരി, നിങ്ങൾ ചെയ്തു തന്നെയാണ് ശരിയെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അധികം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾ തന്നെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.